السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവന്റെ ദീനിനോടും കാണിക്കേണ്ട അദബുകളും മര്യാദകളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കിയത്, പഠിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചും സത്യവിശ്വാസി, ഏറ്റവും കൂടുതൽ അദബുകൾ, മര്യാദകൾ കാണിക്കേണ്ടത് അവന്റെ മാതാപിതാക്കളോടാണ്. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിമീങ്ങളിൽ പോലും ഈ ഒരു മേഖലയിൽ അഥവാ മാതാപിതാക്കളോടുള്ള അദബുകൾ പാലിക്കുന്ന വിഷയത്തിൽ വളരെയധികം വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവന്റെ മാതാപിതാക്കൾ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് യതീമായിട്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവ. നബിയെ താങ്കളൊരു യതീമായി കണ്ടപ്പോൾ, നാം യതീമായി കണ്ടപ്പോൾ താങ്കൾക്ക് നാം അഭയം നൽകിയിരിക്കുന്നു. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവന്റെ ദീനോടുള്ള കൂറ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കടമയും കടപ്പാടും അവന്റെ മാതാപിതാക്കളോട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ പറയുന്ന ആ പ്രയോഗം തന്നെ പരിശോധിച്ചാൽ അത് വ്യക്തമാകും.
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا وقضى ربك നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, ഖളാ ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളോട് നിർദ്ദേശിക്കുമ്പോൾ പല രീതികളും സ്വീകരിക്കാറുണ്ട് അതിന്റെ അഭിസംബോധനയിൽ. പക്ഷെ അള്ളാഹുവിന്റെ ഖളാവുമായി കൊണ്ട് ബന്ധപ്പെടുത്തി ഇത് അള്ളാഹുവിന്റെ റബ്ബിന്റെ ഒരിക്കലും മാറ്റാനാകാത്ത ഖളാഇന്റെ തീരുമാനമാണ്, ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധമുള്ള നിർദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖളാ റബ്ബുക നിന്റെ റബ്ബ് ഖളാ ചെയ്തിരിക്കുന്നു, വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, പടച്ച റബ്ബിനെ അല്ലാതെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ മറ്റൊരു ആരുമില്ല, പടച്ച റബ്ബിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നിന്റെ റബ്ബ് വിധിച്ച മറ്റൊരു കാര്യമാണ് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ ഉമ്മയോടും ബാപ്പയോടുമൊക്കെ നീ നന്മ ചെയ്യണം എന്നുള്ളത്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇത് ഏതൊരു വിശ്വാസിയായ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട, അഥവാ പാലിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നിട്ടുള്ളത്. സഹോദരന്മാരെ, എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളുടെ അദബുകൾ പാലിക്കേണ്ടത്? 10ഓളം കാര്യങ്ങൾ വേഗത്തിൽ സൂചിപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യം മാതാപിതാക്കളോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞു വസ്സൈലൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അൻഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. പടച്ച റബ്ബ് പറയുന്നു വസ്സൈലൽ ഇൻസാന, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ കുറിച്ച്. എന്താണ് മാതാപിതാക്കളെ കുറിച്ച് ഇത്രമാത്രം വസിയത്ത് ചെയ്യാനുള്ള കാരണം? എന്താണ്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവന്റെ മാതാവ് അവൻ ഉദരത്തിൽ ചുമന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏകദേശം ഒരു 9 മാസക്കാലത്തോളം ഒരു മാതാവ് തന്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയാണ്. ഒന്ന് മലർന്നു കിടക്കുവാനോ തിരിഞ്ഞു കിടക്കുവാനോ അതല്ലെങ്കിൽ കമേന്ന് കിടക്കുവാനോ കഴിയാത്ത വിധം പ്രയാസപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം വഹനൻ അലാ വഹൻ, ഭാരത്തിന്മേൽ ഭാരമായി, പ്രയാസത്തിന്മേൽ പ്രയാസമായി കൊണ്ടാണ് ഒരു മാതാവ് നിന്നെ ഗർഭം ചുമന്നിട്ടുള്ളത്. ഇത് ലോകത്തെ എല്ലാ മാതാക്കളുടെയും അവസ്ഥയാണ്. ഒരു മാതാവ് അനുഭവിക്കുന്ന പ്രയാസത്തെ ഇത്രമേൽ സുന്ദരമായി വരച്ചു കാണിച്ച മറ്റൊരു വേദഗ്രന്ഥവും ഒരു ഗ്രന്ഥവും ലോകത്തില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ. വഫിസാലുഹു ഫി ആമീൻ, 2 വർഷക്കാലം അവനെ തന്റെ മാതാവ് മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അൻഷ്കുർ ലീ വലിവാലിദൈക, നീ എനിക്ക് നന്ദി ചെയ്യണം. നിനക്ക് ആ മാതാപിതാക്കൾ ജീവനോടെ തന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് അള്ളാഹുവിന് നീ ആദ്യമായി നന്ദി ചെയ്യണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. കാരണം നിന്റെ സൃഷ്ടാവ്, നിന്നെ സൃഷ്ടിച്ചത് പടച്ച റബ്ബാണ്. നിന്നെ നിന്റെ മാതാപിതാക്കളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മ സഹിച്ചിട്ടുള്ള വേദനകൾ എത്രമാത്രം ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ, നമുക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ മാതാവിന്റെ പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ സഹിച്ച ത്യാഗത്തിന്റെയും വേദനയുടെയും അതുപോലെ തന്നെ യാതനയുടെയും ഒന്നും കഥകളുമൊന്നും അവർക്ക് കേട്ടുകഴിയുണ്ടാകില്ല, അവർ കണ്ടിട്ടില്ല. അതേസമയത്ത് പിന്നെ സ്വന്തം പിതാക്കന്മാർ അവർക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നു, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു, അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സ്കൂളുകളും ബാഗുകളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. അതൊരു പക്ഷെ അത് മാത്രമായിരിക്കാം കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുക. തന്റെ ഉമ്മ തന്റെ ഉദരത്തിൽ തന്നെ ചുമന്നതോ തനിക്ക് മുലയൂട്ടിയതോ തന്റെ കാഷ്ടവും മൂത്രവും വാരിതൊന്നും ആളുകൾക്ക് ഓർമ്മ ഉണ്ടാകൂല.
പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ടാണ് പിതാവിന്റെ സംഗതികളെ സംബന്ധിച്ച് പറയാതെ ഉമ്മാന്റെ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു കൂടുതൽ പറഞ്ഞത്. കാരണം അതൊക്കെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറയുന്നു, അനിഷ്കുർലി വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളിൽ നന്ദി ചെയ്യണം, അനുസരണത്തോട് കാണിക്കാൻ പാടില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നീ നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. എത്ര സുന്ദരമായ പ്രയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കാർക്കും ചിറകില്ല, പക്ഷെ നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നീ ഇറക്കി വെക്കണം, താഴ്ത്തി വെക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താണ്? സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കുന്നു പോയിട്ട് അവരെ കണ്ണീര് കുടിപ്പിച്ച് ജീവിതം മുഴുവനും അവരെ പ്രയാസപ്പെടുത്തി ജീവിക്കുന്ന മക്കളാണ്. ഇന്ന് തന്തവൈബെന്നും തള്ളവൈബെന്നും പേരിട്ടുകൊണ്ട് പാപ്പാനും ഉമ്മാനും അനുസരിക്കാതിരിക്കാൻ ന്യായങ്ങൾ കണ്ടെത്തുന്ന പുതുതലമുറയാണ് നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, പടച്ചറബിന്റെ ഖളാ ആണ്. അതിലൊരിക്കലും സഹോദരന്മാരെ അമാന്തം കാണിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താ? മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി സംസാരിക്കണം. നാട്ടുകാരോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സഹപ്രവർത്തകന്മാരോട് സംസാരിക്കുന്ന പോലെ, തന്റെ കീഴിലുള്ള ജോലിക്കാരോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ തന്റെ കൂലിക്കാരോട് സംസാരിക്കുന്ന പോലെ ഒരിക്കലും സംസാരിക്കരുത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ ഛേ എന്ന വാക്ക് പറയാൻ പാടില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ ആളുകളെ പഠിപ്പിക്കാൻ ഒരിക്കലും മാതാപിതാക്കളോട് ഒരു വെറുപ്പിന്റെ സ്വഭാവം നീ പ്രകടിപ്പിക്കരുത്. വലാ തൻഹർഹുമാ, നീ അവിടെ കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ വാക്കുകളാണ് നീ അവരോട് സംസാരിക്കണം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാന ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, യഅനി ബിനഫ്ലിൻ യുഹിബ്ബാനി, നിന്റെ സംസാരം കേട്ടാൽ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ ഇഷ്ടം തോന്നണം. വതഅദ്ദുബിൻ വതലത്തുഫിൻ ബികലാമിൻ, ഏറ്റവും ലുത്ഫായ ഏറ്റവും നൈർമല്യമുള്ള വാക്കുകളാണ് നീ, ബികലാമിൽ ഏറ്റവും നൈർമല്യമുള്ള വാക്കുകളാണ് നീ പറയേണ്ടത്. മാത്രമല്ല ഇൽദ്വാല ഖുലൂബിഹിമ, അവിടെ ഹൃദയങ്ങൾ നിന്റെ വാക്കുകൾ കൊണ്ട് ലദ്ദത്തുണ്ടാകണം, ആസ്വാദനം ഉണ്ടാകണം. വതത്മഇന്നു ബിഹി നുഫൂസുഹുമാ, മാതാപിതാക്കളുടെ നഫ്സുകൾ നിന്റെ സംസാരം കൊണ്ട് തുമഅന്നത്തുണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. ഇതൊക്കെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ന് ആധുനിക തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോടതികളിൽ പോലും കയറിയിറങ്ങുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും മാതാപിതാക്കൾ അവിടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കണ്ണുനീര് കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ എത്രമാത്രം ഗുരുതരമാണ്, എത്രമാത്രം വലിയ പാതകമാണ് സഹോദരന്മാരെ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാണ്, നീ എന്തൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ അഭിപ്രായം ചോദിക്കണം. കാരണം ആ അഭിപ്രായം ചോദിച്ചത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം, എന്നാലും ആ ചോദിച്ചു എന്നത് അവരുടെ മനസ്സുകൾക്കൊരു കുളിർമയുണ്ടാക്കും. എന്റെ കുട്ടീനോട് അഭിപ്രായം ചോദിച്ചല്ലോ എന്ന് പറയുന്ന അവസ്ഥ. സഹോദരന്മാരെ, ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ടൊന്നും മുസ്ലിം സമുദായത്തിൽ പ്രായമായ വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുന്ന പ്രവണത ഇല്ലായിരുന്നു. അതൊക്കെ ഏതെങ്കിലും ക്രിസ്ത്യാനികളും അതെങ്കിലും മറ്റു സമുദായക്കാരായിരുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോലും പ്രായമായവരെ നോക്കാൻ അവർക്ക് സമയമില്ല. ശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്താ? നിന്റെ മാതാപിതാക്കൾ വയസ്സായാൽ നിന്റെ അടുത്താണ് ഉണ്ടാകേണ്ടത്, നിന്റെ അടുക്കൽ ഉണ്ടാകണം. പക്ഷെ ഇന്ന് നമുക്ക് നോക്കാൻ സമയം, നമുക്ക് ജോലി തിരക്കാണ്, ബിസിനസ്സാണ്, മക്കളാണ്. മാതാപിതാക്കൾ നമ്മൾ സൗകര്യപൂർവ്വം പൈസ കൊടുത്ത് മാസം പൈസ കൊടുത്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കുന്നു. എത്രമാത്രം വലിയ നന്ദികേടാണ് സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വന്തം മാതാപിതാക്കളോട് മാന്യമായി കൊണ്ട് സംസാരിക്കണം, കയർത്ത് സംസാരിക്കണം. ചെയ്യുന്ന വാക്ക് പറയുന്നത് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? അവരുടെ മനസ്സിന് നോവിപ്പിക്കുന്ന ഒന്നും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലൗ അലൻത ലഹൽ കലാം,
നിന്റെ മാതാവിനോട് നീ നല്ല രീതിയിൽ സംസാരിക്കുകയും നീ അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ ലതദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, യാതൊരു സംശയവുമില്ല, നീ വൻപാപങ്ങൾ ഒഴിവാക്കുന്നവനാണെങ്കിൽ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാതാപിതാക്കൾ വൃദ്ധരായി അവന്റെ അടുക്കൽ കിട്ടിയിട്ടും അവന് സ്വർഗം നേടാൻ കഴിയുന്നില്ലെങ്കിൽ അവന് നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളുടെ മനസ്സ് നോവിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഒരു യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കണം. പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വന്നു, ഇസ്തഅദനഹു ഫിൽ ജിഹാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് അനുവാദം ചോദിച്ചു. പ്രവാചകൻ ചോദിച്ചു, ഐ ഹയ്യുൻ വാലിദാക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണോ? അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അത് എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷെ ഞാൻ ജിഹാദ് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞു, ഫഫീഹിമ ഫജാഹിദ്, എങ്കിൽ താങ്കൾ മടങ്ങിപ്പോകണം. നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നീ പരിശ്രമിച്ച് അവിടെയാണ് നിന്റെ ജിഹാദ് ഉള്ളത്. ശത്രുവിനോട് പടവെട്ടി മരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട് നീ ജീവിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് വിവരം കൊടുക്കുകയാണ്. അതുപോലത്തെ നാലാമത്തെ കാര്യം, ഒരിക്കലും സഹോദരന്മാരെ മാതാപിതാക്കളെ നമ്മൾ പ്രകോപിപ്പിക്കാനോ കോപിപ്പിക്കാനോ പാടില്ല. കാരണം മാതാപിതാക്കളെങ്ങാനും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മോടുള്ള വെറുപ്പ് കാരണമോ അല്ലെങ്കിൽ നമ്മോടുള്ള ദേഷ്യം കാരണമോ അവരെങ്ങാനും അവരുടെ കൈകളെങ്ങാനും പടച്ചറബിലേക്ക് വാനിലേക്കത്തേക്ക് ഉയർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല. പടച്ചറബിന്റെ അടുക്കൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണത്. ഏതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂം, ഒന്നാമത്തത് ഒരു ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. കാരണം അവൻ നിസ്സഹായനാണ്, അവനെ സഹായിക്കാൻ ആളില്ല, പടച്ചറബല്ലാതെ അവനെ സഹായിക്കാനില്ല. അതുകൊണ്ട് പടച്ചറബിനോട് അവൻ ചോദിച്ചാൽ പടച്ചറബ് ഉത്തരം കൊടുക്കും. രണ്ടാമത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, വദഅവത്തുൽ വാലിദി അലൽ വലദി, ഒരു ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വേഗത്തിൽ ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് വേണ്ടി നമ്മുടെ മക്കളും പ്രാർത്ഥിക്കുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സൊരുകി അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് ദുആ ചെയ്യാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധിക്കണം. ആ പ്രാർത്ഥന പോലും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവേ, എന്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം. കമാ റബ്ബയാനി സഗീറ, അവർ എന്റെ ചെറുപ്പത്തിൽ എപ്രകാരമാണോ എന്നെ കരുണ ചെയ്ത് എന്നെ പോറ്റി നോക്കി വളർത്തിയത്, അതുപോലെ പടച്ചറബേ എന്റെ മാതാപിതാക്കളോട് നീ റഹ്മത്ത് ചെയ്യണം എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാതെ എല്ലാം അവനിൽ നിന്ന് വേർപിരിയും. ഒന്ന് അവന്റെ സദഖയാണ്, സദഖത്തുൻ ജാരിയ എന്ന് നിലനിൽക്കുന്നവന്റെ വലിയ സദഖകൾ. രണ്ടാമത് അവന്റെ ഇൽമാണ്, ദീന് പഠിച്ച് അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച ആളുകൾ ഇങ്ങനെ തലമുറയായി വന്നാൽ അതിന്റെ ഒക്കെ പ്രതിഫലം കിട്ടും. മൂന്നാമതെന്താ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി മരിച്ചാലും ഉമ്മ മരിച്ചാലും ബാപ്പ മരിച്ചാലും ജീവിതകാലം മുഴുവനും ആ മകളുടെ തൊണ്ടക്കുഴിൽ ഊഹുകളിടത്തോളം കാലം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഒരു മനുഷ്യന്റെ വലിയ സമ്പാദ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് പ്രവാചകൻ പറഞ്ഞു, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ചെയ്ത അമലിനേക്കാളൊക്കെ എത്രയോ വലിയ ഉന്നതമായ പദവികൾ സ്വർഗത്തിൽ അവന് ലഭിക്കും. ആ മനുഷ്യൻ അത്ഭുതത്തോട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് ഇത്രമാത്രം വലിയ പദവികൾ എനിക്ക് ലഭിച്ചത്? അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്, ഇസ്തിഗ്ഫാറിന്റെ ഫലമായിട്ടാണ് താങ്കൾക്ക് ഇത് ലഭിച്ചത് എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുമെന്ന് ഹദീസിൽ കാണാം. സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും പടച്ചറബയുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും റഹ്മത്തും ചൊരിയണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അത് നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ അദബാണ്.
അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, മരണശേഷം അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാം, സ്വതക്കകൾ ചെയ്യാം. മാതാപിതാക്കൾ മരിച്ചാൽ മക്കൾക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം. പക്ഷെ അത് 3-ന്റെ അന്ന്, 5-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 10-ന്റെ അന്ന്, 14-ന്റെ അന്ന് അങ്ങനെ ദിവസം നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ 3-ന്റെ അന്ന് അരി വാരി കൊടുക്കും, അല്ലെങ്കിൽ 7-ന്റെ അന്ന്, അല്ലെങ്കിൽ 14-ന്റെ അന്ന്, അല്ലെങ്കിൽ ആണ്ടിന്റെ അന്ന്. എന്റെ ആവശ്യമില്ല, അങ്ങനെ ദിവസം നിശ്ചയിക്കാൻ പാടില്ല. ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, അതിനൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ദിവസം നിശ്ചയിക്കുമ്പോൾ ബിദഅത്തായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞല്ലോ, പ്രവാചകരെ, എന്റെ ഉമ്മ മരണപ്പെട്ടു, അവർ സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർ സ്വതക്കക്ക് കൽപ്പിക്കുമായിരുന്നു. ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, ഞാൻ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിന്റെ കൂലി എന്റെ ഉമ്മാക്ക് കിട്ടുമോ നബിയേ? ഖാല നഅം, കിട്ടും. മക്കൾ ചെയ്താൽ മാതാപിതാക്കൾ കിട്ടും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു, അൽ ഔലാദു മിൻ കസ്ബിഹി, മക്കൾ മാതാപിതാക്കളുടെ സന്താനത്തിൽപ്പെട്ട, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുക, അതുപോലെ തന്നെ ഹജ്ജുകൾ ചെയ്യുക, ഉംറകൾ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന നന്മകളാണ്, അദബുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ വീട്ടുക, വസിയത്തുകൾ നടപ്പാക്കുക. ഏഴാമത്തെ കാര്യം, അവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവരുടെ ബാധ്യതകളുണ്ട്. അതെന്താണ്? അവരുമായിട്ടുള്ള ഏറ്റവും അടുത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളോട് നമ്മളും ബന്ധങ്ങൾ ചേർക്കണം. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഇനി ബാപ്പാന്റെ കുടുംബത്തിൽ ആരായിട്ടും ബന്ധമില്ല. ഉമ്മ മരിച്ചു, ഉമ്മാന്റെ കുടുംബത്തുകാരുമായിട്ട് ബന്ധം മുറിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന അബറൽ ബിർരി, ഏറ്റവും വലിയ പുണ്യങ്ങളിൽപ്പെട്ടതാണ്. റസൂൽ പറഞ്ഞു, സിലത്തുർ അഹ്ല ബുദ്ദി അബീഹി, തന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട്, ഏറ്റവും അടുത്ത സ്നേഹിതന്മാരോട് അദ്ദേഹത്തിന് പിതാവിന്റെ മരണശേഷവും അവരുടെ ബന്ധങ്ങൾ തുടർത്തുക എന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. എട്ടാമത്തെ കാര്യം, അവിടെ മറമാടിയിട്ടുള്ള ഖബറുകൾ നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ സന്ദർശിക്കാം. ഇത് ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്യാം. അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷെ അതിനുവേണ്ടി സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. ലോകത്തായ ഖബർ മുഴുവൻ ചുറ്റി സിയാറത്ത് ചെയ്യുക. ഖബർ സിയാറത്ത് ഇസ്ലാമിലുള്ളതാണ്. പക്ഷെ ഖബർ സിയാറത്തിന് വേണ്ടി ടൂർ പോകൽ ഇസ്ലാമിലില്ല. സിയാറത്ത് യാത്ര ഇസ്ലാമിലില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനെതിരാണ്. പ്രവാചകൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉമ്മാന്റെ ഖബറിന്റെ സ്ഥലത്തെത്തി. ഉമ്മ മുസ്ലിം അല്ലാതെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. പക്ഷെ അള്ളാഹ് അനുവാദം കൊടുത്തില്ല. അപ്പൊ പ്രവാചകൻ ചോദിച്ചു. പ്രവാചകൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, ഞാൻ എന്റെ ഉമ്മാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യട്ടെ. ഫഅദ്നലി, അപ്പോൾ എനിക്ക് അനുവാദം തന്നു. എന്നിട്ട് പ്രവാചകൻ ഫസൂറു അൽ ഖുബൂർ, അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക. ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അടുത്ത ആളുകളെ ഖബറാകാം, മാതാപിതാക്കളെ ഖബറാകാം, എല്ലാവരുടെയും ഖബറാകാം. അതിനുവേണ്ടി യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ മരണത്തെ ഓർമ്മ വരും, പരലോകത്തെ ഓർമ്മ വരും. അതുപോലെ തന്നെ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഒൻപതാമത്തെ കാര്യം, മാതാപിതാക്കളെ പേര് വിളിച്ചുകൊണ്ട്, അവരുടെ സ്വന്തം പേര് വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോ പല മക്കളുടെ അവസ്ഥ എന്താ? ഉമ്മ എന്നല്ല വിളിക്കുക, ഉമ്മാന്റെ പേരാ വിളിക്കുക, അല്ലെങ്കിൽ ബാപ്പാന്റെ സ്വന്തം പേരാ വിളിക്കുക. എവിടെ പോയി സഹോദരന്മാരെ നമ്മുടെ അദബുകൾ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുസമ്മി ബിസ്മി, നിന്റെ ബാപ്പാന്റെ പേര് വിളിച്ചുകൊണ്ട് നീ ബാപ്പാനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഉമ്മാന്റെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യും. വലാ തംശി അമാമഹു, നീയും ബാപ്പയും കൂടി നടക്കുകയാണെങ്കിൽ നീ ബാപ്പാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല. വലാ തജ്ലിസ് ഖബ്ലഹു, നീയും ബാപ്പയും ഒരു സദസ്സിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ ഇരുന്നിട്ട് നീ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ മാതാപിതാക്കളുടെ അദബായിക്കൊണ്ട് ഹദീസിൽ കാണാം. ഇമാം ശൈഖ് നസ്റുദ്ദീൻ അൽബാനി ഇത് സ്വഹീഹാന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ അദബുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹോദരന്മാരെ പഠിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇതൊന്നും സമൂഹം വിസ്മരിച്ചു കളഞ്ഞു. മാതാപിതാക്കളുടെ മുമ്പിൽ കാലിന്റെ മേലെ കാല് കയറ്റി വെച്ച് പാപ്പാന്റെ തോൾക്ക് കാലൊക്കാൻ കഴിയാത്തോണ്ട്, അല്ലെങ്കിൽ ഓന അതും ചെയ്തിരുന്നു. അങ്ങനത്തെ മക്കൾ അപ്പുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദബുകൾ പൂർണ്ണമായി കൊണ്ട് പാലിക്കുന്ന ഉമ്മത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കാൻ നമുക്ക് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ബാപ്പ മുശ്രിക്കാണ്.
വിഗ്രഹാരാധകരും അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ കച്ചവടക്കാരുമാണ്. ആ ബാപ്പാനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിസംബോധന എന്റെ പൊന്നാര പിതാവേ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേര് വിളിച്ചിട്ടില്ല, മാത്രമല്ല മുശ്രിക്ക് കാഫിർ എന്നല്ല. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ, എന്താണ് നിങ്ങൾ ആരാധിക്കരുതല്ല, പണ്ഡിതന്മാർ പറയും ആരാധിക്കരുതും കൂടിയല്ല ഇബ്രാഹിം നബി പറഞ്ഞു. എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ലിമ തഅബുദു മാ ലാ യസ്മഉ, കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് അവരോട് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് വളരെ മാന്യമായ ശൈലിയിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു പറഞ്ഞപ്പോ ഇസ്മായിൽ നബി പറഞ്ഞു യാ അബതി ഫഅൽ മാ തുഅ്മർ, എന്റെ പുന്നാര ബാപ്പ നിങ്ങൾ എന്താണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. യാ അബതി എന്ന് വിളിയും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി വിളിക്കുന്നു യാ അബതി ഇന്നി റഅയ്തു അഹദ ശറ കൗകബൻ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ 10ാമത്തെ കാര്യം, നമ്മുടെ മാതാപിതാക്കൾ ഭത്സിക്കപ്പെടാൻ നമ്മൾ കാരണമായി തീർന്നുകൂടാ. അഥവാ മറ്റൊരാൾക്ക് നമ്മുടെ വാപ്പാനെ ചീത്ത പറയുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പ്രവാചകൻ പറയുന്നു ഇന്ന മിൻ അക്ബറിൽ കബായിരി അയലഅന റജുലു വാലിദൈഹി, ലോകത്തുള്ള ഏറ്റവും വലിയ വൻ പാപങ്ങളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ ലഅനത്ത് ചെയ്യുക, ശപിക്കുക. പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് വകൈഫ യലഅനു റജുലു വാലിദൈഹി, അല്ലാഹുവിന്റെ പ്രവാചകരെ മാതാപിതാക്കളെ എങ്ങനെയാണ് ഒരു മനുഷ്യരെ ശപിക്കാൻ സാധിക്കുക? സഹാബത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ നമുക്കതൊരു പുത്തരിയല്ലാതെയായി മാറി. സ്വന്തം മാതാപിതാക്കളെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ലഅനത്ത് ചെയ്യാന്ന് അത്ഭുതത്തോടു കൂടിയാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചത്. അത് സംഭവിക്കൂല, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. പ്രവാചകൻ പറഞ്ഞു എന്നാൽ സംഭവിക്കും. ഇന്ന് നേർക്കുനേരെ തന്നെ സംഭവിക്കുന്നുണ്ട്. പ്രവാചകൻ നേർക്കുനേരെ സംഭവിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു അബർറജുൽ, നീ മറ്റൊരാളെ ബാപ്പാനെ ചീത്ത പറഞ്ഞു, അപ്പൊ എന്താണ്ടാകുക? ഫയസുബ്ബു അബാഹു, അപ്പോൾ അവൻ അയാളുടെ ബാപ്പാനും ചീത്ത പറയും. ഫയസുബ്ബു ഉമ്മു, അല്ലെങ്കിൽ അപ്പൊ ഇയാളുടെ ഉമ്മാനും ചീത്ത പറയും. അപ്പൊ നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും അയാളുടെ നാവ് കൊണ്ട് ചീത്ത പറയപ്പെടാൻ നീ കാരണക്കാരനായിക്കൂടാ. ഇത് ഇൻഡയറക്റ്റുള്ള ചീത്തയാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഇന്ന് ഡയറക്റ്റ് തന്നെ ബാപ്പാനിമാനൊക്കെ മോത്തോക്കി ലഅനത്ത് പറയുന്ന, നിങ്ങളൊന്നും തന്നാവില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അള്ളാഹിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന അത്രയും മോശമായ വാക്കുകൾ പറയുന്ന സഹോദരന്മാരെ തന്നെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇതിൽ കാണാം മാതാപിതാക്കളോടുള്ള ഉഖൂഖ്, അത് എന്ന് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷകൾ ലഭിക്കുമെന്നുള്ള താക്കീതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയത്തിൽ, മാതാപിതാക്കളുടെ അദബിന്റെ വിഷയത്തിൽ നമുക്കൊരിക്കലും വീഴ്ച വന്നുകൂടാ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, മാതാപിതാക്കളോട് നന്മകൾ ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ദുനിയാവിൽ വല്ല പരീക്ഷണങ്ങളിലും അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, വല്ല പ്രയാസങ്ങളിലും അവർ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ മാതാപിതാക്കളോടുള്ള നന്മ ആ മനുഷ്യൻ ചെയ്തതിന്റെ ഫലമായി ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. ഇതിനൊരുപാട് സംഭവങ്ങൾ തെളിവാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗുഹയിലകപ്പെട്ട 3 വ്യക്തികളുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു യാത്രക്കിടയിൽ ഗുഹയിൽ അഭയം തേടി രാത്രി ഉറങ്ങാൻ വേണ്ടി കയറിയപ്പോ ആ ഗുഹാമുഖത്തൊരു വലിയ കല്ല് വന്ന് അടഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഗുഹയിലകപ്പെട്ട മനുഷ്യന്മാർ 3 പേരും അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചത് അയാൾ അദ്ദേഹത്തിന്റെ പിതാവിന് ചെയ്ത, മാതാപിതാക്കൾക്ക് ചെയ്ത നന്മയുടെ ഇഖ്ലാസുള്ള ആത്മാർത്ഥമായ ആ പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് അയാൾ പ്രാർത്ഥിക്കുന്നത്. ആ കല്ലുകൾ നീങ്ങിയെന്ന നിങ്ങൾ ആലോചിച്ചു. ജീവിതത്തിന്റെ എല്ലാ അതിരുകളും മുട്ടിപ്പോയ,
എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ, എല്ലാ കവാടങ്ങളും അടഞ്ഞുപോയ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു നമ്മെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് കാണിച്ച നന്മയുടെ ഫലമായിരിക്കാം അത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുമെന്നതാണ് ഈ മാതാപിതാക്കളുടെ നന്മയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം അവൻ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. അതാണ് ജുറൈജിന്റെ സംഭവം. സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചപ്പോ ആ ഉമ്മയുടെ വിളിയേക്കാൾ സുന്നത്ത് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു. 3 പ്രാവശ്യം വിളിച്ചു. അവസാനം ഒരു വ്യഭിചാരിയുടെ മുഖം കണ്ടിട്ടില്ലാതെ നീ മരിക്കുകയില്ല എന്ന് ഉമ്മ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. വലിയ ധർമ്മിഷ്ഠനും അതുപോലെ തന്നെ വലിയ ആരാധനയുള്ള വലിയൊരു ഭക്തനായിരുന്നല്ലോ ജുറൈജ്. പക്ഷെ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ച് ഉമ്മ അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. ആ പരാതികൾ ദുനിയാവിൽ ഉമ്മാന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ കണ്ണുനീരും അതിന്റെ പകരമായി ഒരുപാട് വീണിട്ടല്ലാതെ നമ്മൾ ആരും റൂഹ് വിട് ദുനിയാവിൽ നിന്ന് വിരിഞ്ഞു പോവുകയില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ വളരെയധികം വീഴ്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സ്വന്തം മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, അതിന് മരുമകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സ്വന്തം പെറ്റുമ്മ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. അതുപോലെ തന്നെയാണല്ലോ മറ്റു ഭർത്താവിന്റെ ഉമ്മയൊക്കെ. ആ സ്ഥാനത്തോളം വരികയില്ലെങ്കിലും ആ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അതൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം കുറെ പാരമ്പര്യമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു ടൗണിൽ ഒരു പള്ളി നമുക്കില്ലാത്തതിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അവിടെ പള്ളിക്ക് വേണ്ടി സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ പണമാണ് സ്വരൂപിക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പ്രവർത്തകന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സംഖ്യ, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, അവിടെ വീഴുന്ന സുജൂദുകൾക്കൊക്കെ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖബറിലേക്കൊക്കെ വരാവുന്ന വലിയ പുണ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഒരു ചെറിയ കുട്ടി വളരെ സീരിയസ് ആയിക്കൊണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിന് രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന, അവിടെ കൺകുളിർമ കണ്ടുകൊണ്ട്